ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് കുറുക്കാണ്. 6 മാസം പ്രായം കഴിഞ്ഞുള്ള കുട്ടികൾക്കാണ് കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കുറുക്കാണ് ഗോതമ്പ് കുറുക്ക്. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ്, അല്ലെങ്കിൽ ഹോൾ വീറ്റ് എന്ന് പറയും. 2 കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ട് 50 ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. കൂടാതെ പനക്കൽക്കണ്ടം, നെയ്യ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ. 6 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ഗോതമ്പ് 5-6 തവണയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലോ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. 50 ഗ്രാം ഗോതമ്പിനായിട്ട് ഞാനിവിടെ 500 ml വെള്ളം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി അരച്ചെടുത്ത ഗോതമ്പ് നല്ലൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് 2 തവണയായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഗോതമ്പിന്റെ പാല് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കി വരുന്ന ഈ ചണ്ടി പോലുള്ള ഭാഗം നമുക്ക് കളയാവുന്നതാണ്. വെളുത്ത നിറത്തിലുള്ള ഈ പാലാണ് നമ്മൾ കുറുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ പാൽ നമ്മൾ കുറുക്ക് കാച്ചാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അടികട്ടിയുള്ള ഒരു പാത്രം വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. സ്റ്റൗ ഓണാക്കി ചെറു തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി തുടങ്ങാൻ, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനക്കൽക്കണ്ടം ചേർക്കാം. പനക്കൽക്കണ്ടം ഞാനിവിടെ ഉരുക്കി വെച്ചതാണ് ഉപയോഗിക്കുന്നത്. 1-2 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. അധികം മധുരം ചേർക്കുന്നത് നല്ലതല്ല. പനക്കൽക്കണ്ടം തന്നെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ പാല് കുറച്ച് കട്ടിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുഞ്ഞു വാഴയ്ക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ഒറ്റ ധാന്യത്തിന്റെ കുറുക്ക് വേണം നൽകാൻ. ആദ്യത്തെ ഒരു 3 ദിവസം റാഗി അല്ലെങ്കിൽ മുത്താറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം ഗോതമ്പിന്റെ കുറുക്ക് കൊടുക്കാം. റാഗിയുടെ കുറുക്ക് കൊടുത്തപ്പോൾ 2 പേർക്കും നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ഇന്ന് ഗോതമ്പിന്റെ കുറുക്കാണ് കൊടുക്കുന്നത്. അവരുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ പാല് കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കും. ഇപ്പോൾ കുറുക്ക് നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്. കഴിവതും കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറുക്ക് നന്നായി തിളച്ചു വരുന്നുണ്ട്. നല്ലോണം തിളക്കണം കുറുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ വേവാത്തൊരു പ്രശ്നം ഇതിൽ കാണിക്കാം. അതുകൊണ്ട് നല്ലോണം തിളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് വയറിൽ ദഹന പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അപ്പൊ നമ്മുടെ പാകത്തിന് തിളച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുവാവയ്ക്ക് നല്ല വെയിറ്റ് വെക്കാനും അതുപോലെ നിറം വെക്കാനും ഒക്കെ ഗോതമ്പിന്റെ കുറുക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറുക്ക് നമ്മുടെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുപ്പിച്ചിട്ടാണ് നമ്മൾ കുറുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും. ഇനി നമുക്ക് തണുപ്പിക്കാം. തണുപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഞാനിപ്പോ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കും കുക്കും അവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവർക്ക് കൊടുത്ത് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കാം. 2 പേരും നന്നായി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. 2 പേർക്ക് ഇഷ്ടമായി എന്നാ തോന്നുന്നത്. കുക്കുവിന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ലോണം ചിരിക്കുന്നൊക്കെ ഉണ്ട് അവള്. ചിക്കുവിനും ഇഷ്ടമായിട്ടുണ്ട്. ചിക്കുവിന് കൂടുതൽ റാഗിയാണ് ഇഷ്ടമായതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.